എടാ കിട്ടൂ. സത്യത്തിൽ ഈ കുടിയം നിർത്തണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഞാൻ കുടിച്ച മഹാ പോർണ, അതെനിക്ക് തന്നെ അറിയാം. പക്ഷെ സമ്മതിക്കണ്ടേ? ഇന്ന് തന്നെ കണ്ടില്ല ആ പെണ്ണിന്റെ ഷൈനിങ്. ഫോൺ നമ്പർ എത്ര, ആരുടെ പേരില്ല, എന്താ പേര് എന്നൊക്കെ. എന്നാ പിന്നെ അത് നേരിട്ട് ചോദിച്ചാ പോരെ. നീ കേട്ടില്ലേ പ്രേതബാധയുള്ള വീടാണോ? ആ, നീ എങ്ങനെ കേൾക്കാനാ? നീ എന്തിനാ അവളെ പറയാൻ നടക്കുന്നേ? അവളുടെ കോലം കണ്ട അറിയില്ല അവള് ശരിയല്ലെന്ന്. പാർക്കി വരുമോന്ന്. ആര് വരാൻ? നീ കാരണമാ, അല്ലെങ്കിൽ ഞാനിങ്ങനത്തെ ഉള്ളതെന്നും പറയാൻ നടക്കാത്തതാ. ഹലോ, ഞാനാ നീത്ത. കിട്ടുവിനെ ഉടുപ്പ് പാകമായിരുന്നു? ഇട്ടു നോക്കിയില്ല. പാകമായിരിക്കും. പിന്നെ ടെലിഫോൺ ഡയറക്ടറി നമ്പർ നോക്കി ഞാൻ പേര് കണ്ടുപിടിച്ചു. കിരൺ. അത് പറയാനാ വിളിച്ചത്. ഗുഡ് നൈറ്റ്. കണ്ടില്ലേ, പെശക പെശക. അവളെന്നെ പറ്റി എന്താ ധരിച്ചിരിക്കുന്നേ? നിനക്കറിയോ, ഞാനെന്ന പുരുഷന് ഒരേ ഒരു പെണ്ണെ ഈ ലോകത്ത് സ്നേഹിക്കാൻ പറ്റൂ. എന്റെ സുശീലെ, എന്റെ ഭാര്യയെ, എന്റെ പൊന്നുമോനെ തലക്കടിച്ചു കൊന്നിട്ട് തൂങ്ങിച്ചത്ത എന്റെ സുശീലെ. എന്നാലും നിനക്കറിയോ, ഞാൻ അവളെ ഇന്നും സ്നേഹിക്കുന്നു. ഇനി എത്ര ജന്മങ്ങളുണ്ടായാലും അവൾ മാത്രമായിരിക്കണം എന്റെ അടുക്കലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സ്നേഹിച്ച പോലെ ഒരു പുരുഷനും അവന്റെ ഭാര്യയെ സ്നേഹിച്ചു കാണില്ല. കുട്ടിക്കാലം മുതലേ കണ്ടു തുടങ്ങിയതാണ് അവളെ. ബാല്യത്തിലെ വഴക്കുകൾ, പിന്നെ കൗമാരം, അതിന്റെ ഇണക്കങ്ങൾ, പിണക്കങ്ങൾ, പരിഭവങ്ങൾ, അതിലൊക്കെ ഒളിപ്പിച്ച് ഓമനിച്ച് സൂക്ഷിച്ച പ്രേമം, പിന്നെ കല്യാണം. അത് കഴിഞ്ഞപ്പോ ലോകം മുഴുവൻ കാൽക്കീടിൽ കിഴന്നുരുളുകയായിരുന്നു. അത്രയ്ക്കായിരുന്നു ഹാപ്പിനെസ്. കുറെ കാലം കഴിഞ്ഞപ്പോഴത് തുടങ്ങി. മാനസികാസുഖം, ടൈഫോയിഡ് പോലെ, മഞ്ഞപ്പിത്തം പോലെ ഒരു അസുഖം, തലച്ചോറിന് നേർത്ത പനി, അത് കൂടിക്കൂടി വന്നു. ലോകത്തിൽ ഏത് ചികിത്സയും ഞാൻ അവൾക്ക് കൊടുക്കുമായിരുന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞൊരു കുട്ടി ഉണ്ടാവുമ്പോ മാറുമെന്ന്. അങ്ങനെ അവളുടെ അസുഖം മാറ്റാൻ വേണ്ടി മാത്രം വന്ന് പിറന്നു എന്റെ പൊന്നുമോൻ രാഹുൽ. കിട്ടൂ, എന്റെ ഈ കൈ കൊണ്ട് ആ പൊന്നുമോനും താലോലിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. അവൻ പിറന്നപ്പോ സുശീലയുടെ ദീനം പിടിച്ച തലച്ചോറ് അവളോട് പറഞ്ഞു, എന്നെ സൂക്ഷിച്ചോ, ഞാൻ എന്റെ മോനെ കൊല്ലുവെന്ന്. പിന്നെ അവനൊന്ന് നോക്കാൻ പോലും അവൾ എന്നെ അനുവദിച്ചിട്ടില്ല. ഞാൻ കൊല്ലുമെന്ന് പേടിച്ച് കുഞ്ഞിനെ മാറോടടക്കി ആഴ്ചകളോളം അവൾ ഉറങ്ങാതിരുന്നു. അപ്പോഴൊക്കെ അസുഖം കൂടുകയായിരുന്നു. എന്നിലെ അച്ഛൻ, എന്നിലെ ഭർത്താവ് അകലെ മാറി നിന്ന് പൊട്ടിക്കരും. എന്നാലും അവളോടുള്ള എന്റെ സ്നേഹം പെരുകി അതിരില്ലാത്ത മാനത്തോളം. ഒരിക്കൽ പിച്ച വെച്ച് നടക്കുന്ന എന്റെ മോൻ ഒരു ബ്ലേഡ് എടുത്ത് കളിക്കുന്ന കണ്ടപ്പോ അവന്റെ പിഞ്ചു വിരൽ മുറിയുമെന്ന് കരുതി അത് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ച എന്നെ കണ്ട് എന്റെ സുശീല ഓടി വന്നു എന്നെ പിച്ചിപ്പൊളിച്ചു. നിന്നെ കൊണ്ട് എന്റെ മോനെ കൊല്ലിക്കില്ല എന്നവൾ അലറി. ഭ്രാന്ത് അവളുടെ ചുണ്ടിലും കണ്ണിലും കൂടെ തിളച്ചുരുകി. ആ രാത്രി, ശപിക്കപ്പെട്ട ആ നവംബർ 18-ന് അവൾ എന്റെ രാഹുലിന്റെ തല കല്ലുകൊണ്ട് ഇടിച്ചു പൊളിച്ചു. എന്നിട്ട് ഒരു സാരിത്തുമ്പിൽ കെട്ടിത്തൂങ്ങി അവളും ഈ വീടിനോട് യാത്ര വന്നു. അവളുടെ അസുഖം മാറ്റാമെന്ന് രാഹുൽ അത് മാറ്റി, എന്നേക്കുമായി മാറ്റി. കേട്ടു, നിനക്ക് കാണണം ആ കല്ല്, എന്റെ പൊന്നുമോനെ തലച്ചോറിടിച്ചു പൊളിച്ച ആ കല്ല്. ഇതാണ്. കണ്ടോ, അവൻ കളിച്ചിട്ടില്ലാത്ത അവന്റെ കളിപ്പാട്ടങ്ങൾ.
പോലീസുകാർ മുറിച്ചെടുത്തതിന്റെ ബാക്കി. അവളുടെ മന്ത്രകോടി. ആ മുറി അതുപോലെ ഞാൻ സൂക്ഷിക്കാം. കിട്ടും. അത് മുറിയല്ല, ഒരു കൂടാണ്. എന്റെ ഓമനകൾ പറന്നുപോയ കൂട്. പറന്നുപോയവർ എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. വന്നില്ല. പകരം വന്നത് നീയാണ്. അതേ ഒരു നവംബർ 18. നീ ആരാടാ കിട്ടൂ? എന്റെ രാഹുലിന്റെ പുനർജന്മമാണ് നീയെങ്കിൽ മോനെ പ്ലീസ് ഈ അച്ഛനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത് ഒരു നിമിഷം പോലും പ്ലീസ്.